ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലായ ഡ്രീംസ് ഓഫ് ശ്രീകുട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ തയ്ച്ച എൻ്റെ ഡ്രസ് കളക്ഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇടണമെന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ? വാ. അപ്പോൾ നമ്മളിതാ 3 മീറ്റർ കോട്ടൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ യോക്ക് ഭാഗത്തിന് വേണ്ടത് 15 ഇഞ്ച് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ 15 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ക്ലോത്ത് യോക്ക് ഭാഗമാണിത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ ഭാഗം വീതം മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്കും നമ്മൾ 7 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആം റൗണ്ടിന് വേണ്ടിയുള്ള ഇത് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെസ്റ്റ് രേഖപ്പെടുത്താൻ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആം റൗണ്ട് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ ഷോൾഡറിൻ്റെ ആളെന്ന് വെച്ചിരിക്കുന്ന 7 ഇഞ്ചിൻ്റെ ഹാഫ് എടുത്തിട്ട് അവിടുന്ന് നമ്മുടെ ആ ചെസ്റ്റ് ഭാഗത്തേക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ 15 ഇഞ്ചാണെന്ന്. ഇനി നമ്മുടെ വേസ്റ്റാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ 8.5 1 ഇഞ്ച് തയ്യൽ തുപ്പും കൂടെ ചേർത്ത് 9.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 3/4 അല്ലെങ്കിൽ 1 ഇഞ്ചോ എടുത്തിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളതൊരു ഷേപ്പിന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മാർക്ക് ചെയ്ത എല്ലാ ഭാഗത്തും കൂടെ തന്നെ നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ തന്നെ കട്ട് ചെയ്ത് എടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ആ ഒരു തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി 3/4 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫ്രണ്ടും ബാക്കും ഇതിപ്പോൾ ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്ത് രണ്ടിനെയും രണ്ടാക്കി എടുക്കുവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബാക്ക് ഭാഗമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താം. അതിനായിട്ട് 3 ഇഞ്ച് വിഡ്ത്താണ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് 4.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ബോക്സ് പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഏതാണോ ഷേപ്പ് വേണ്ടത് അത് അടയാളപ്പെടുത്തുക. ഞാൻ എടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പാണ്. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ പോയാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനൊരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. അതിന് മുമ്പ് ഞാനൊരു അര ഇഞ്ചിൽ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ചുളുക്ക് വരും. ഇത് നല്ല പെർഫെക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഞാൻ എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ 3 ഇഞ്ച് വിഡ്ത്താണ് രേഖപ്പെടുത്തുന്നത്. അവിടെ നിന്ന് ഞാൻ താഴേക്ക് ഒരു 6 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നമ്മൾ സ്ക്വയറും വീനും കൂടെ ചേർന്നിട്ടുള്ള രണ്ട് പാറ്റേൺ വരുന്ന നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. അതിൽ 4 ഇഞ്ചിൽ സ്ക്വയർ ഭാഗവും അവിടെ നിന്ന് അങ്ങോട്ട് വിയും കൂടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിച്ചു പിടിക്കാതൊക്കെ ഇരിക്കണം. തുണിയെല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ കിടക്കുന്നതെന്ന് നോക്കണേ. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന നെക്ക് വരില്ല. അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്ക്വയറും വിയും കൂടെ വന്നിട്ടുള്ള ഒരു നെക്കാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ആ യോക്ക് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഭാഗം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 10 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ ഒരു 3.5 ഇഞ്ച് താഴേക്ക് എടുക്കുകയാണ്. അതെല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നതാണ്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ആ ലെങ്ത് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ആ 3.5 ഇഞ്ചിലേക്ക് ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് അതിൻ്റെ ഹാഫ് എടുക്കുക. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കുഴിച്ച് വരയ്ക്കുന്നത്. നമ്മൾ 3 ഇഞ്ചിലാണ് നമ്മുടെ പഫ് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പഫ് സ്ലീവാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അര ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഹാഫ് അവിടോട്ട് വരച്ച് രേഖപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആ 3 ഇഞ്ചാകുമ്പോൾ അത്യാവശ്യം പൊക്കമുള്ളൊരു പഫാണ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 3 കൂടുതലോ 3 കുറയ്ക്കുകയോ ചെയ്യാം.
ഞാൻ എപ്പോഴും 3 ഇഞ്ചാണ് എടുക്കാറുള്ളത്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ട് ഭാഗം, താഴേക്കുള്ള ഭാഗമാണ്. അത് ഞാനിവിടെ 2ആയിട്ട് മടക്കി വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മളത് പ്ലീറ്റ് ഇട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യോക്കിന് എത്രയാണോ അതിൻ്റെ ഒപ്പം നിൽക്കുന്നതനുസരിച്ച് നമ്മുടെ പ്ലേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളാണ് എടുക്കേണ്ടത്. അതിന് കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് മാറ്റാമെന്ന് കരുതിയത് നമ്മുടെ സ്ലീവാണ്. സ്ലീവിന് ഞാൻ പഫ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സാധാരണ നമുക്ക് ഇങ്ങനെ ഓരോരോ പ്ലേറ്റായിട്ടും എടുക്കാം, അല്ലാണ്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നൂലിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് പ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഓരോ പ്ലേറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ ഓരോ സ്റ്റിച്ചും കറക്റ്റായിട്ട് നമ്മൾ ആ 3 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഓരോ വെട്ട് കൊടുക്കണമായിരുന്നു. ആ ഭാഗത്തോട്ടാണ്, അവിടം വരെയാണ് നമ്മൾ അതിൻ്റെ ഇത് കൊടുക്കുന്നത്, പഫ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പഫ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും നമുക്ക് പഫ് ഇട്ടെടുക്കണം. ഞാൻ പിന്നെ പറയാൻ മറന്നുപോയി, കാണിക്കാൻ മറന്നതല്ല, ഞാൻ ലൈനിങ് വിടുന്നുണ്ടായിരുന്നു. വെറുതെ ലൈനിങ്ങിൻ്റെ കട്ടിങ്ങും കൂടെ ആകുമ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമെന്ന് കരുതിയിട്ടാണ് കാണിക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ലൈനിങ് തുണിയുടെ ഫ്രണ്ട് വശവും നമ്മുടെ യോക്കിൻ്റെ നല്ല തുണിയുടെ ഫ്രണ്ട് വശവും കൂടെ ചേർത്ത് നല്ല ഭാഗവും കൂടെ ചേർത്ത് അടിക്കുവാണ്. നമ്മുടെ ആ ഓരോ മൂല വരുമ്പോഴും നമ്മുടെ ഫൂട്ടർ കുത്തി നിർത്തിയിട്ട് വേണം ഇങ്ങനെ തയ്ച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിലൊരു പെർഫെക്റ്റായിട്ട് വരത്തില്ല. വലിച്ചു പിടിച്ചൊരിക്കലും തയ്ക്കരുത്, നിർത്തി ചെയ്യണം. ഇനി നമ്മുടെ ആ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുവാണ്. നമ്മുടെ നല്ല തുണിയിൽ കട്ട് വീഴാതെ വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ച് സാവകാശം അതിലോട്ട് മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ആ ഓരോ പോയിൻ്റ് ഭാഗത്തോട്ടോ അല്ലെങ്കിൽ 2 ഇഞ്ച് അകലത്തിലോ നമുക്ക് ഓരോ കട്ടിങ് കൊടുക്കാം. അപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളരുത്. ഇതിലെല്ലാം നല്ല ശ്രദ്ധയോടെ തന്നെ നമ്മൾ ചെയ്യണമേ, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴുത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കതൊന്ന് പതിച്ചടിക്കാവേ. എന്നാൽ മാത്രമാണല്ലോ നമ്മുടെ ആ കഴുത്ത് ആ ഒരു പെർഫെക്റ്റ് രീതിയിൽ ഇങ്ങനെ അലങ്കോലമാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാത്തിലും പതിച്ചടിക്കണം. ആ പതിച്ചടിക്കുമ്പോഴും നമ്മൾ ആ ഓരോ മൂലകൾ വരുമ്പോഴും ഫൂട്ടർ പൊക്കിയിട്ട് വേണം നമ്മുടെ സൂചി കുത്തി ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കണം. അതിലും വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഓരോ ചുളുക്ക് വീഴും. അപ്പോൾ നമ്മുടെ കഴുത്ത് ഭംഗിയായിട്ട് വരില്ല. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്ക് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് തുണിയുടെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് അടിക്കുന്നുണ്ട്. നമ്മൾ അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോ സേഫ്റ്റി പിന്ന് നമ്മുടെ പേൾ പിന്ന് 2 വശവും കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാത്തവർ സാധാ പിന്ന് ഉപയോഗിച്ചാലും മതി. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പതിവ് പോലെ തന്നെ നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണേ. വീണ്ടും പഴയതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 2 ഇഞ്ചിൽ ഓരോ കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ഭാഗത്ത് കട്ട് കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിത് തിരിച്ചെടുക്കുകയാണ്. നമ്മുടെ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ 2 മെയിൻ ക്ലോത്തിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ എടുത്ത് വെച്ചിട്ട് ഈ ലൈനിങ് തുണി ഒന്ന് മാറ്റിയിട്ട് ആ ഭാഗത്തോട്ട് 2 ക്ലോത്തിൻ്റെയും ഷോൾഡർ ഭാഗം വെച്ചിട്ട് അടിക്കണം. എന്നിട്ട് ഒരടി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ലൈനിങ് തുണിയും കൂടി മറ്റു ഭാഗത്തോട്ട് മറിച്ച് വെച്ചിട്ട് അടിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഷോൾഡർ തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഷോൾഡർ ഭാഗം ഏറെയും കുറഞ്ഞു ഇരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കറിയാലോ ഒരു 4 ക്ലോത്ത് ഉണ്ടായിരിക്കും അവിടെ, 2 ലൈനിങ്ങും 2 മെയിൻ ക്ലോത്തും. അപ്പോൾ അവർ 4 ഒരുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എല്ലാത്തിനും 2 സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കിയേ, 2 വശവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഏറെയും കുറഞ്ഞൊന്നുമല്ല നിൽക്കുന്നത്, നല്ല രണ്ടും ഒരേപോലെയാണ് നിൽക്കുന്നത്. ഇനിയാണ് നമ്മൾ
നമ്മുടെ ബാക്കിലെ നെക്ക് മറിച്ചെടുത്തിട്ടേ ഉള്ളായിരുന്നു, നമ്മളത് അടിച്ചിട്ടില്ലായിരുന്നു. അതിനി അടിച്ചെടുക്കണം. അപ്പോഴും നമ്മൾ വലിച്ചു പിടിക്കാതെ ഇരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചുളുക്ക് വീഴും. അത് നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ അതിലേക്ക് മാത്രം ധൃതി പിടിച്ചങ്ങ് ഓടാതെ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അത് അടിച്ചെടുക്കണമേ. ഇപ്പം എന്താ അങ്ങനെ അടിച്ചെടുത്തോണ്ടിരിക്കുവാണേ. ഇപ്പോൾ രണ്ട് നെക്കും റെഡിയായിട്ടുണ്ട് നമുക്ക്. ഇതിലൊക്കെ ഓരോ സൂത്രപ്പണികൾ ഇനിയും ഉണ്ടെന്നറിയാം. അങ്ങനെയുള്ള അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടാൽ നമുക്കും പഠിക്കാമല്ലോ അല്ലേ. ഞാനിവിടെ നന്നായിട്ട് കഴുത്ത് വരുന്നതിന് വേണ്ടിയാണ് ഈ സ്പീഡ് കുറച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണേ. സ്പീഡ് ഒരിക്കലും ആ ഒരു കഴുത്ത് എടുക്കുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടരുതേ, ഉറപ്പായിട്ടും ചുളുക്ക് വീഴും. ഇപ്പോൾ നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യുകയാണേ. അതും ഇതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് ഇങ്ങനെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ക്ലോത്തിന് സ്ലീവിന് അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് കാണിക്കാൻ വിട്ടുപോയതാണേ. ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് നിർത്തിയിട്ട് ഫൂട്ടർ പൊക്കിയിട്ട് സൂചി കുത്തി ഇട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് വീണ്ടും നമ്മളിതാ അവിടെ നിന്ന് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടാണ് മറ്റു സൈഡിലേക്ക് പോകുന്നത്. എല്ലാത്തിനും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണമേ, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. ഇപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവ് ഞാൻ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സ്ലീവിൻ്റെയും അറ്റഭാഗം നമുക്ക് അടിച്ചെടുക്കാം. അതിനാദ്യം ഒരു അരയിഞ്ച് മടക്കി പിന്നെ അത് ഫുള്ളായിട്ട് ഒടിച്ച് മടക്കിയിട്ട് നമ്മൾ അടിക്കുവാണേ. ഒന്നുകിൽ നമുക്ക് അരയിഞ്ച് മടക്കിയിട്ട് അത് അടിച്ചതിന് ശേഷവും മടക്കി അടിക്കാം. ഇത് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അടിക്കാതെ ഒറ്റ മടക്കി തന്നെയാണ് ചെയ്യുന്നത്. ഷിഫോണൊക്കെ ആകുമ്പോൾ ആദ്യം ആ അരയിഞ്ച് മടക്കിയതിന് ശേഷമാണ് പിന്നീട് ഒടിച്ച് മടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് കൂടെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ലൈനിങ്, ആ യോക്ക് ഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് മൊത്തം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ടിന് വേണ്ടിയുള്ള ലൈനിങ്ങിന് ഇതിടുവാണേ, പ്ലേറ്റ് ഇടുവാണ്. അതിനായിട്ട് ഞാനൊരു ലോങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ലോങ് സ്റ്റിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു നൂല് നമ്മളിങ്ങനെ എടുക്കണം. ആ നൂലിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിന് തന്നെ ഇങ്ങനെ നമുക്ക് പ്ലേറ്റ് വീണോളും. അല്ലാണ്ട് നമ്മളിങ്ങനെ ഓരോ പ്ലേറ്റ് വീതം വേണമെങ്കിൽ തയ്ക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്ലേറ്റ് വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ വശവും ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ്. ഇനി നമ്മുടെ യോക്ക് ഭാഗവുമായിട്ട് ഈ സ്കേർട്ട് ഭാഗം അറ്റാച്ച് ചെയ്യുകയാണ്. അതിന് യോക്ക് ഭാഗത്ത് ഞാനൊരു നോച്ച് ഇട്ടിട്ടുണ്ട് സെൻറ്റർ ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ സ്കേർട്ട് ഭാഗത്തും ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അല്ലാണ്ട് ഒരറ്റത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്കതിലൊരു പെർഫെക്ഷൻ ആയിട്ട് കിട്ടത്തില്ല. ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തയ്ച്ചെടുക്കണം. അങ്ങനെ ഞാൻ രണ്ട് വശവും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഡി പാർട്ട് എല്ലാം കൂടെ അറ്റാച്ച് ചെയ്യാം. ആദ്യം സ്ലീവിൽ നിന്ന് തുടങ്ങുവാണ്. നമ്മുടെ ആം ഹോളും നമ്മുടെ ബോഡി പാർട്ടും ഫുള്ളും നന്നായിട്ട് പിടിച്ച് നോക്കണം ഒരുപോലാണോ ഇരിക്കുന്നതെന്ന്. അങ്ങനെ നോക്കിയതിന് ശേഷമാണ് അടിക്കുന്നത്, അല്ലെങ്കിൽ ഏറെയും കുറഞ്ഞു ഇരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ താഴേക്ക് അടിച്ച് വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ലൈനിങ്ങിൻ്റെ യോക്ക് ഭാഗവും ഇതും രണ്ടായിട്ട്. എനിക്ക് യോക്ക് ഭാഗത്ത് കോട്ടൺ തന്നെ വേണം, അതുകൊണ്ടാണ്. മറ്റേത് ക്രേപ്പാണ് കേട്ടോ. അപ്പോൾ അത് രണ്ട് ബോഡി പാർട്ടും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലാസ്റ്റ് സ്കേർട്ടിൻ്റെ അവസാന അറ്റത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനും ഞാനിവിടെ ആദ്യം ഒരു അരയിഞ്ച് മടക്കി പിന്നെ ഒന്നുകൂടെ ഫുള്ളായിട്ട് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുവാണേ. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷിഫോണോ ക്രേപ്പോ ആണെങ്കിൽ ഒരു അരയിഞ്ച് മടക്കി അത് അടിച്ചതിന് ശേഷമായിരിക്കും മടക്കി അടിക്കുന്നത്. ഇതിപ്പോൾ നല്ല കോട്ടൺ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നഖം കൊണ്ട് തന്നെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കിട്ടും. അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല ഇത് അടിച്ചെടുക്കുന്നതിന്. അങ്ങനെ അതും ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഇപ്പോൾ
ഇത് നമ്മുടെ ക്ലോത്തിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം മറന്നുപോയി. ഞാനിതിൽ തന്നെ നമ്മുടെ പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടായിട്ട് കൊടുത്തിട്ടില്ല. അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ സ്റ്റിച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അത് എടുക്കാനും കാണിക്കാനും മറന്നുപോയി, ക്ഷമിക്കണം. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രിൻസസ് കട്ടിൻ്റെ കൊടുത്താൽ നമ്മുടെ ബോഡി നല്ല പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്